എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് CE മാർക്ക് എല്ലാവർക്കും കിട്ടുമോ, CE മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾ ജയിക്കുമോ എന്നുള്ള കാര്യം. അതുപോലെ പല വിദ്യാർത്ഥികളും എല്ലാവർക്കും CE ഇല്ല എന്നൊക്കെ നിങ്ങളോട് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ഗ്രേഡ് ലഭിക്കാനായിട്ട് എത്ര മാർക്കാണ് കിട്ടേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ ഒരു സബ്ജക്റ്റുകൾ 2 ടൈപ്പിലാണ്, അത് 2 മാർക്കിലാണുള്ളത്. അതായത് ഒന്നാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് 40 മാർക്കിൻ്റേതും അതുപോലെ 10 മാർക്ക് CE ഉള്ള സബ്ജക്റ്റാണ് ഉള്ളത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് 80 മാർക്കുള്ള വിഷയവും അതുപോലെ 20 മാർക്ക് CE മാർക്കുള്ള വിഷയവുമാണുള്ളത്. അപ്പോൾ ഈ ഒരു 80 മാർക്കിൽ വരുന്നത് ആകെ 3 വിഷയങ്ങളാണ്. ഒന്നാമത്തേത് ഗണിതശാസ്ത്രം, അതുപോലെ സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് എന്നിവയാണ് 80 മാർക്കിൽ വരുന്നത്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും 40 മാർക്കിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 40ഉം 10ഉം, അതായത് ഈ ഒരു ടോട്ടൽ 50ലാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക്. ഇതിൻ്റെ ടോട്ടൽ 100ലാണ് മാർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 50ൽ മിനിമം നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടിയാൽ മാത്രമേ ജയിക്കുള്ളൂ. അതുപോലെ തന്നെ 100ൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ആ ഒരു വിഷയം ജയിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എത്രയാണ്, അതായത് ജയിക്കാനായിട്ട് വേണ്ടത് എന്നുള്ള കാര്യം ആദ്യം നോക്കാം. നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകെ മാർക്കിൻ്റെ, അതായത് ആകെ ഒരു സബ്ജക്റ്റിൻ്റെ CE മാർക്ക് ഉൾപ്പെടെയുള്ള മാർക്കിൻ്റെ 30% മാർക്കാണ്. അതായത് 30% മുതൽ 39% വരെ മാർക്കാണ് മിനിമം നിങ്ങൾ ജയിക്കാനായിട്ട് വാങ്ങിക്കേണ്ട മാർക്ക് എന്നത്. അപ്പോൾ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമായിരുന്നു, ആദ്യം തന്നെ ആ കാര്യം പറയാം. നിങ്ങൾക്ക് CE മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതായത് CE മാർക്ക് എല്ലാവർക്കും ഇല്ലേ എന്നുള്ളതും CE മാർക്ക് ജയിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കില്ലേ എന്നുള്ളതുമാണ് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംശയം. അപ്പോൾ ഇതാണ് സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അതായത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അർഹത നേടുന്നതിന് ഓരോ പേപ്പറിനും തുടർ മൂല്യനിർണ്ണയത്തിൻ്റെ, അതായത് CE സ്കോറും അതുപോലെ എഴുത്ത് പരീക്ഷ, അതായത് TE സ്കോറും അതുപോലെ തിയറി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പരീക്ഷയുടെ സ്കോറും ചേർത്ത് കണക്കാക്കുമ്പോൾ D+ ഗ്രേഡ്, അതായത് 30 മുതൽ 39% വരെ എങ്കിലും നേടിയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് CEയും കൂട്ടി അതുപോലെ എഴുത്ത് പരീക്ഷയും കൂട്ടി അതിന് തിയറിയോ പ്രാക്ടിക്കലോ ഉണ്ടെങ്കിൽ അതും കൂട്ടി ടോട്ടൽ നോക്കുന്ന സമയത്ത് D+ ഗ്രേഡ്, അതായത് ആകെ മാർക്കിൻ്റെ 30 മുതൽ 39% വരെ മാർക്ക് നേടിയാൽ മാത്രമേ ഒരു വിദ്യാർത്ഥി ജയിക്കുള്ളൂ എന്നാണ്. അതായത് അതിനർത്ഥം CE മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കും എന്നുള്ളതാണ് അതിന് അർത്ഥമാക്കുന്നത്. അപ്പോൾ CE മാർക്ക് എന്ന് പറഞ്ഞാൽ തുടർ മൂല്യനിർണ്ണയം, അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നാണ് CE ഫുൾ ഫോം. അതായത് നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് തന്നിട്ടുണ്ടായിരുന്ന പ്രൊജക്റ്റ്, അസൈൻമെൻറ്റ്, അപ്പോൾ ചില സബ്ജക്റ്റുകൾക്ക് ടീച്ചേഴ്സ് പ്രൊജക്റ്റ്, അസൈൻമെൻറ്റ് തരാറില്ല. അപ്പോൾ നിങ്ങൾ അത് ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയാണ് നോട്ട് എഴുതുന്നത്, അതുപോലെ ക്ലാസ്സിൽ എങ്ങനെയാണ് പഠിക്കുന്നത്, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് CE മാർക്ക് സാധാരണ ടീച്ചേഴ്സ് തരാറുള്ളത്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ ഫുൾ CE മാർക്ക് തന്നെ നൽകാറുണ്ട്. അതായത് 10 എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകാറുണ്ട്. അപ്പോൾ ചില ടീച്ചേഴ്സ് മാത്രമേ ഒരു മാർക്കൊക്കെ കുറച്ച് 9 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്ക്, ചില വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുന്നവർക്ക് 20 മാർക്കും, അതുപോലെ തന്നെ ക്ലാസ്സിൽ കുറച്ച് നന്നായിട്ട് പഠിക്കാതെ ഒരു വിദ്യാർത്ഥിക്ക് 18 മാർക്കൊക്കെ ടീച്ചേഴ്സ് നൽകാറുണ്ട്. അപ്പോൾ സാധാരണ എല്ലാ ടീച്ചേഴ്സും ഫുൾ മാർക്ക് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് നൽകാനായിട്ട് ശ്രദ്ധിക്കാറുള്ളത്. കാരണം നിങ്ങൾക്ക് ആ ഒരു CE മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സാധാരണ എല്ലാ ടീച്ചേഴ്സും നൽകാറുണ്ട്. ഇത് ഓൾറെഡി നിങ്ങളുടെ CE മാർക്ക് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി വിദ്യാർത്ഥികൾ CE മാർക്ക് എനിക്ക് കിട്ടുമോ എന്നുള്ളത് ചോദിക്കേണ്ടതില്ല. കാരണം എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു CE മാർക്ക് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു CE മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടുന്നത് കൊണ്ട് തന്നെ അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് CE മാർക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പ്രസക്തിയില്ല. കാരണം ഓൾറെഡി അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു CE മാർക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളതും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. അപ്പോൾ ഈ ഒരു CE മാർക്ക് നിങ്ങൾക്ക്, അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു 50 മാർക്കിൻ്റെ വിഷയത്തിൽ 10 മാർക്ക് CE ഉണ്ട്, ആ ഒരു 10 മാർക്ക് CEയും 5 മാർക്ക് എഴുത്ത് പരീക്ഷയിലും കിട്ടി ടോട്ടൽ 15 മാർക്ക്, അതായത് 50ൻ്റെ 30% മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയാണ് എങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് D+ ഗ്രേഡ് കിട്ടുകയും ആ ഒരു സബ്ജക്റ്റ് പാസ് ചെയ്യും. അതുപോലെ 20 മാർക്ക് CE കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് 10 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടുന്ന സമയം 30 മാർക്കാണ് കിട്ടുക. അപ്പോൾ 100 മാർക്കിൻ്റെ 30% എന്ന് പറഞ്ഞാൽ 30 മാർക്കാണ്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് D+ ഗ്രേഡ് കിട്ടി ആ ഒരു വിദ്യാർത്ഥി ജയിക്കും. അപ്പോൾ ഇതിൽ കൂടുതൽ മാർക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജ് കൂടുകയും ചെയ്യും. ഇനി വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇല്ലാത്ത മാർക്കാണ് ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത്. ഗ്രേസ് മാർക്ക് അതത് കായിക ഇനങ്ങളിൽ അല്ലെങ്കിൽ അതത് ആക്ടിവിറ്റികളിൽ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഗ്രേസ് മാർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്കാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇല്ലാത്ത മാർക്ക് എന്ന് പറയുന്നത്. CE മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾറെഡി നൽകി കഴിഞ്ഞിട്ടുള്ള ഒരു മാർക്കാണ് ഈ ഒരു CE മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രേസ് മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കലോത്സവം, അതായത് ജില്ലയല്ല
സ്റ്റേറ്റ് കലോത്സവം, അതുപോലെ തന്നെ നിങ്ങൾ സ്പോർട്സിൽ സ്റ്റേറ്റ് ലെവൽ, അതുപോലെ ഡിസ്ട്രിക്ട് ലെവൽ, നാഷണൽ ലെവൽ എന്നിങ്ങനെയൊക്കെയുള്ള ലെവലുകളിൽ മത്സരിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ആ രീതിയിലൊക്കെയാണ് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നത്. ഗ്രേസ് മാർക്ക് സംബന്ധിച്ച വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഗ്രേസ് മാർക്ക് മാത്രമേ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇല്ലാതുള്ളൂ. ബാക്കി CE മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉള്ള മാർക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജയിക്കില്ല എന്ന് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ മാർക്ക് 90% ആകുന്നത് വരെയാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. അതായത് ഒരു വിദ്യാർത്ഥിക്ക്, അതായത് 100 മാർക്കിൻ്റെ വിഷയത്തിൽ 90 മാർക്കാണ് 90% മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് 88 കിട്ടിയിട്ടുള്ളൂ എങ്കിൽ അത് 89 90 ആകുന്നത് വരെ മാത്രമേ അതിൽ മാർക്ക് ആഡ് ചെയ്യുള്ളൂ. അതിനുശേഷം ബാക്കി അടുത്ത സബ്ജക്റ്റുകളിലേക്ക് നോക്കും. ആദ്യം തന്നെ തോൽക്കാൻ സാധ്യതയുള്ള സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനാണ് നൽകുക. അടുത്തതായിട്ട് പിന്നീട് എല്ലാ സബ്ജക്റ്റും ഓൾറെഡി പാസ്സായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടാൻ ഏതൊക്കെ സബ്ജക്റ്റാണോ സാധ്യത അതിനാണ് പോയിട്ട് ആ ഒരു ഗ്രേസ് മാർക്ക് നൽകുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഗ്രേസ് മാർക്ക് നൽകുന്നത്. ഇനി നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഓരോ വിഷയങ്ങൾക്കും A+ കിട്ടാൻ, A കിട്ടാൻ എത്ര മാർക്ക് വീതം വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ CE മാർക്ക് കൂട്ടിയിട്ടാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് CE മാർക്ക് കൂടെ, അതായത് 20 മാർക്ക് കൂട്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 90 മാർക്ക് മുതൽ 100 വരെ കിട്ടുകയാണെങ്കിൽ A+, 80 മുതൽ 89 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ A ഗ്രേഡും, 70 മുതൽ 79 മാർക്ക് വരെ കിട്ടുകയാണെങ്കിൽ B+ ഗ്രേഡും, അതുപോലെ 60 മുതൽ 69 വരെ കിട്ടുകയാണെങ്കിൽ B ഗ്രേഡും, അതുപോലെ തന്നെ C+ കിട്ടാനായിട്ട് 50 മുതൽ 59% വരെ മാർക്കാണ് വേണ്ടത്. അതായത് 59 വരെ മാർക്കാണ് വേണ്ടത്. C കിട്ടാനായിട്ട് 40 മുതൽ 49 വരെയും, D+ കിട്ടാനായിട്ട് 30 മുതൽ 39 വരെയും മാർക്കാണ് വേണ്ടത്. അതുപോലെ ഇതിന് താഴെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ പരാജയപ്പെടും, അത് ഫെയിൽഡ് ആവും. നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് എങ്കിൽ ആ ഒരു സബ്ജക്റ്റുകൾക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ച ആ ഒരു സബ്ജക്റ്റ് പാസ്സാവുന്നതാണ്. അപ്പോൾ D ഗ്രേഡ് ലഭിക്കാനായിട്ട് 20 മുതൽ 29 വരെ മാർക്കും, E ഗ്രേഡ് കിട്ടാനായിട്ട് 20 മാർക്കിന് താഴെയുമാണ് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് D+ എങ്കിലും മിനിമം നേടിയാൽ മാത്രമാണ് ആ ഒരു വിഷയം പാസ്സാവുകയുള്ളൂ. ഇനി 50 മാർക്ക് ടോട്ടൽ വരുന്നത്, അതായത് 40 മാർക്ക് എഴുത്ത് പരീക്ഷയും 10 മാർക്ക് ഒരു വിദ്യാർത്ഥിക്ക് CEയും കിട്ടുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ഗ്രേഡ് എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ 45 മുതൽ നിങ്ങൾക്ക് അതായത് 50 വരെ കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് A+ ആണ് കിട്ടുക, അതായത് A+ ഗ്രേഡാണ് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 40 മുതൽ 44 വരെ മാർക്കാണ് കിട്ടുന്നതെങ്കിൽ A ഗ്രേഡും, അതുപോലെ തന്നെ 35 മുതൽ നിങ്ങൾക്ക് 40, അതായത് 35 മുതൽ 39 വരെയാണ് മാർക്ക് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് B ഗ്രേഡ്, അതായത് B+ ഗ്രേഡാണ്. അതുപോലെ തന്നെ 30 മുതൽ 34 വരെ കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രേഡ് എന്ന് പറഞ്ഞാൽ B ഗ്രേഡാണ്. അതുപോലെ തന്നെ അതായത് ഈ ഒരു 25 മുതൽ 29 വരെയാണ്, അതായത് 25 മുതൽ 29 വരെയാണ് കിട്ടുന്നതെങ്കിൽ C+ ഗ്രേഡും, അതുപോലെ തന്നെ 20 മുതൽ 24 വരെയാണ് കിട്ടുന്നത് എങ്കിൽ C ഗ്രേഡുമാണ് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് ഈ ഒരു 15 മുതൽ 19 വരെ മാർക്കാണ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു D+ ഗ്രേഡും, അതുപോലെ തന്നെ ഇതിനു താഴോട്ട് വരുമ്പോൾ അതായത് 10 മുതൽ 14 വരെ കിട്ടുകയാണെങ്കിൽ D ഗ്രേഡുമാണ് കിട്ടുക. അതുപോലെ തന്നെ 5 മുതൽ നിങ്ങൾക്ക് 9 വരെ മാർക്ക് കിട്ടുകയാണ് എങ്കിൽ ഈ ഒരു E ഗ്രേഡുമാണ്, അതായത് ഈ ഒരു E ഗ്രേഡാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക്, അതായത് 5 മുതൽ 9 വരെ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഗ്രേഡ് വളരെയധികം കുറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട്, അതായത് നിങ്ങൾക്ക് എക്സാമിന് ജയിക്കില്ല എന്നുള്ള പേടി വേണ്ട. കാരണം നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് അതായത് നല്ലൊരു ഗ്രേഡ് തന്നെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് CE മാർക്കും അതുപോലെ എഴുത്ത് പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കും കൂട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരു സബ്ജക്റ്റ് പാസ്സാവുന്നതായിരിക്കും. അതുപോലെ ഇതിൽ നിങ്ങൾ ഫെയിലാവുന്ന സമയത്ത് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങളെ ജയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ A+ ലഭിക്കാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. റിസൾട്ട് വരുന്ന സമയത്ത് എല്ലാ വിദ്യാർത്ഥികളും ജയിക്കും. കാരണം കഴിഞ്ഞ വർഷം ഏകദേശം 99.97% വിജയ ശതമാനം എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏതായാലും എല്ലാ വർഷവും ഏകദേശം 99% മുകളിൽ വിജയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പല വിദ്യാർത്ഥികളും ഫെയിൽഡ് ആകുമോ എന്നുള്ളത് ആലോചിച്ച് 4 മാർക്കേ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് അതിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.